ഹലോ. നമ്മൾ 21ാമത്തെ ചാപ്റ്റർ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതൊരു രണ്ട് സെക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. രണ്ടാമത്തെ സെക്ഷനിൽ വന്നിട്ട് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷൻ്റെ സമ്മറി ഒന്ന് നോക്കാം. Read the lesson and see if your views match with the author's. First, why do we need education? What is the purpose? അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾ ഈ ഓത്തറിൻ്റെ, അതായത് ഓത്തർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അതായത് ഫസ്റ്റ്, വൈ ഡു വി നീഡ് എഡ്യൂക്കേഷൻ, അതായത് നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, അതേപോലെ വാട്ട് ഈസ് ദ പർപ്പസ്, അതായത് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത്. അപ്പം നമുക്കൊന്ന് സമ്മറി നോക്കിയിട്ട് വരാം. Education, as commonly understood by people, means acquiring certain knowledge and skills in order to earn their living. But that is only one purpose of education. You may ask why. This is because humans are much more than just wage earning machines. They are endowed with emotions and feelings which enrich their life. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ആസ് കോമൺലി അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ മീൻസ് അക്വയറിങ് സർട്ടൻ നോളജ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരുപാട് നോളജുകൾ, നമുക്ക് അറിവുകൾ നേടാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുള്ള ഒരു ഫങ്ഷനാണ് എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോളജ് മാത്രമല്ല, ആൻഡ് സ്കിൽസ് ഇൻ ഓർഡർ ടു ഏൺ ദെയർ ലിവിങ്, അതായത് അറിവിനേക്കാൾ ഉപരി നമ്മളൊരു സ്കിൽസും കൂടെ പഠിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സമ്പാദിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിന് നമുക്ക് ജീവിക്കാനായിട്ട് ഒരു സമ്പാദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ കൂടെ നമ്മൾ നേടുന്നത്. ബട്ട് ദാറ്റ് ഈസ് ഓൺലി വൺ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷെ അതാണ് എന്താണ് എഡ്യൂക്കേഷൻ്റെ ആകെ അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. യു മേ ആസ്ക് വൈ. ദിസ് ഇസ് ബിക്കോസ് ഹ്യൂമൻസ് ആർ മച്ച് മോർ ദാൻ ജസ്റ്റ് വേ ഏർണിംഗ് മെഷീൻസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ നമുക്കൊരു ജോലി നേടുക എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നോക്കിക്കാണുന്നത്? അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൻസ് ആർ മച്ച് മോർ ദാൻ ജസ്റ്റ് വേ ഏർണിംഗ് മെഷീൻസ്. അതെന്താണ്, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷീന് പോലെയാണ്. അതായത് ശമ്പളം അല്ലെങ്കിൽ ഏണിങ്സ്, വരുമാനം ഉണ്ടാക്കുന്ന ഒരു മെഷീന് പോലെയാണ് ഹ്യൂമൻസ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ദേ ആർ എൻഡോവഡ് വിത്ത് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് വിച്ച് എൻറിച്ച് ദെയർ ലൈഫ്. മനുഷ്യരെന്ന് പറയുന്ന ഒരുപാട് ഇമോഷൻസും ഒരുപാട് ഫീലിങ്സും ഒക്കെ ഉള്ളവരാണ്. അവരുടെ ലൈഫിലുടനീളം അവർക്ക് ഒരുപാട് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉള്ളവരാണ്. ദീസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് നീഡ് ടു ബി ഡെവലപ്ഡ് സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു സോഷ്യൽ ബീയിങ്സ്. അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളൊരു സോഷ്യൽ ബീയിങ്സ് ആണ്, നമ്മളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏബിൾ ടു ഇൻട്രാക്ട് വിത്ത് ഫെലോ ബീയിങ്സ് ഹു ആർ ഓൾസോ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് സൊസൈറ്റി ഓഫ് വിച്ച് ദേ ആർ എ പാർട്ട്. അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മളൊരു സോഷ്യൽ ബീയിങ്സ് ആണ്, നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ് അല്ലേ. അപ്പം ഈ ഒരു സൊസൈറ്റിയിൽ എന്താണ്, നമ്മുടെ കൂടെ ഉള്ള ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ ഇടപഴകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് റൈറ്റ് ഫ്രോം ദ ചൈൽഡ്ഹുഡ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഒരു സോഷ്യലൈസേഷൻ പഠിക്കുകയാണ് അല്ലെ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുമിച്ച് എല്ലാവരും സമത്വത്തോടു കൂടി ജീവിക്കുക അല്ലെ, ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുക, ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുക. ഈ ഒരു സോഷ്യലൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഓഥർ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ടു ഫെസിലിറ്റേറ്റ് ദ സോഷ്യലൈസേഷൻ ആൻഡ് പ്രൊസീവ് റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൺസ് who would be able to contribute the progress of the community. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു ചെറുപ്പകാലത്ത് തന്നെ നമ്മളൊരു സോഷ്യലൈസേഷനും എല്ലാം പഠിക്കുന്നുണ്ട്. ഇതാണ് ഒരു എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ എന്താണ്, ഒരു എഡ്യൂക്കേഷന്റെ ഒരു വലിയൊരു പർപ്പസ് ആണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി പഠിക്കുന്നു, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ പഠിക്കുന്നു. ഇതൊക്കെ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷനിൽ കൂടെയാണ് നമുക്ക് ഇതൊക്കെ ഒരു നല്ല രീതിയിൽ നമുക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജോലി നേടുക എന്നതിനുപരി എന്താണ്, നമ്മൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവരുടെ പെരുമാറുക എന്നുള്ളതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷന്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. Society and the country at a large, a country with such citizens become a great nation. അപ്പൊ ഇതുപോലെ വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ സത്യസന്ധമായ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
ആ ഒരു രാജ്യം അങ്ങനെ ജീവിക്കുന്ന രാജ്യത്തെ ജനങ്ങൾ എന്താണ് വളരെ നല്ലവരായിരിക്കും. അപ്പൊ ആ രാജ്യവും എന്താവും ഒരു വളരെ മികച്ച ഒരു രാജ്യവും തന്നെ ആയി തീരും എന്നാണ് പറയുന്നത്. In thus, the education serves a loftier people than being a mere means of earning one's livings to lend a purpose of material life. അതുകൊണ്ട് തന്നെ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജോലി എന്നുള്ളതിനേക്കാളും ഉപരി നമുക്ക് സമൂഹത്തിൽ വളരെ പ്രോസ്പെറസ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ എഡ്യൂക്കേഷന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു സൊസൈറ്റിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് ജീവിക്കുക, സൊസൈറ്റിയിൽ ഒരു സോഷ്യലൈസേഷൻ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുക. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഏൺ ചെയ്യുന്നത് ത്രൂ എഡ്യൂക്കേഷൻ കൂടെ ആണെന്നാണ് ഓതർ പറയുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിച്ചിട്ട് നമ്മളൊരു തൊഴിൽ പഠിച്ചിട്ട് നമ്മൾ വെറുതെ ഒരു പൈസ കിട്ടുന്ന ഒരു മെഷീനായിട്ട് പ്രവർത്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമൻസ് ആയിട്ട് ക്വാളിറ്റിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന രാജ്യം വളരെ നല്ല പുരോഗതിയുള്ള രാജ്യമാവുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. Education serves another important purpose of shaping one personality so that is able to face challenges of life. പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ വളരെ എന്താ പറയുക, വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ. This is possible by promoting sense of cooperation and coexistence, a feeling of love and brotherhood, an attitude of caring and sharing. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ അതായത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാണ്. അതായത് ഒരു ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് ബ്രദർഹുഡ് ഒരു സഹോദര സ്നേഹം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിങ് ആൻഡ് ഷെയറിങ്, അല്ലെങ്കിൽ നമുക്കൊരു കെയർ ചെയ്യാനും ഷെയർ ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എഡ്യൂക്കേഷനിൽ കൂടെയാണ്. This process starts right from the home and gets strengthened when I receive education with a proper perspective and policy underlying it. അപ്പൊ ഇതെന്താണ്, ഈ ഒരു പ്രോസസ്സ് നമുക്ക് എവിടെ കിട്ടുന്ന എങ്ങനെയാണ്, നമുക്ക് കിട്ടുന്നത് എഡ്യൂക്കേഷൻ കൂടെയാണ്. നമുക്കൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമൻ ആവാനും നമ്മുടെ എഡ്യൂക്കേഷൻ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. As one grows older, one develops the capacity to appreciate the finer aspects of life than merely analyzing material wealth. Thus, a person becomes a good human being, which after all the purpose of education. അപ്പം ഇൻ ഷോർട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഒരു ഗുഡ് ഹ്യൂമനെയാണ്, എല്ലാ ക്വാളിറ്റികളും ഉള്ള നല്ലൊരു വ്യക്തിയാണ് എഡ്യൂക്കേഷൻ അൾട്ടിമേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു മെറ്റീരിയൽ വെൽത്തോ അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കുന്ന മെഷീനോ അങ്ങനെയൊന്നും ആയിട്ടല്ല ഒരു എഡ്യൂക്കേഷൻ നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ നല്ലൊരു പേഴ്സണാലിറ്റി, നല്ല ഒരു കെയറിങ്, ഒരു ഷെയറിങ്, ഒരു സഹോദര സ്നേഹം, ഒരു ഫീലിംഗ് ഒക്കെ ഉള്ള വളരെ കോപ്പറേറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹ്യൂമൻസിനെയാണ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് വിദ്യാഭ്യാസത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു വ്യക്തികളെ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഗോള്. So you see, the education prepares every individual to lead a purposeful and meaningful life. അപ്പൊ നമുക്ക് അറിയാം എഡ്യൂക്കേഷൻ നമ്മളെ പ്രിപ്പയർ ചെയ്യാണ് അല്ലേ, നമ്മൾ ഓരോരുത്തരെയും എഡ്യൂക്കേഷൻ പ്രിപ്പയർ ചെയ്യാണ്. വളരെ സന്തോഷവും വളരെ സമാധാനമുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനാണ് നമ്മളെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. However, it cannot be denied that the intellectual inputs equip an individual to earn his or her living. അല്ലാതെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ടൂളാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നോക്കിക്കാണാതെ നമ്മൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷന്റെ മീനിങ് ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. But it should not be stopped what that it should teach us to cope with the stresses and strains of modern life, enable us to lead a full life. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മളെ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ നമ്മളെ എഡ്യൂക്കേഷൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അടുത്തൊരു സെഷനിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ലെറ്റ്സ് റീഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഓതേഴ്സ് വ്യൂസ് ഓൺ സ്ട്രെസ്, ഹൗ ടു മാനേജ് സ്ട്രെസ്. അപ്പം ഇതിൽ നമ്മുടെ ഓതറിന്റെ വ്യൂ ആണ്, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് എന്താണ് സ്ട്രെസ്, അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന്. Stress is nothing but mental tension or anxiety which is caused by the work at hand.
അപ്പോൾ ഇത് നമുക്കൊരു സ്ട്രെസ്സിന് അദ്ദേഹം ഡിഫൈൻ ചെയ്താണ്. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെൻ്റൽ ടെൻഷനാണ്, അത് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ്, അതേപോലെ ഒരു ആൻസൈറ്റി ആണ് അല്ലേ, വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ വർക്ക് അറ്റ് ഹാൻഡ്. അതായത് നമ്മൾ തന്നെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ടെൻഷനും ഒരു ആൻസൈറ്റിയും ഒക്കെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദിസ് ഹാപ്പൻസ് വെൻ ഇറ്റ്സ് നോട്ട് ഏബിൾ ടു ഡീൽ വിത്ത് ദാറ്റ് വർക്ക്. അതായത് ഇത് എപ്പോഴാണ് നമുക്കൊരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ നമുക്കതിൽ നമ്മളതിൽ സക്സസ് ആവാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം പറയാണ്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ് ഹു ഹാസ് നോ ആപ്റ്റിറ്റ്യൂഡ് ഫോർ എ സബ്ജക്ട് ഈസ് കോമ്പൽഡ് ടു ടേക്ക് അപ്പ് എയ്തർ ബിക്കോസ് ഓഫ് പാരന്റൽ പ്രഷർ ഓർ ബിക്കോസ് ഓഫ് പ്രഷർ ഫ്രം പിയർ ഗ്രൂപ്പ്സ് ഓർ ഡ്യൂ ടു പെർസീവ്ഡ് ഇമ്പോർട്ടൻസ് ഫോർ ദ സബ്ജക്ട് ഇറ്റ് സെൽഫ്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു കുട്ടിക്ക് ഒരു സ്പെസിഫൈഡ് ആയിട്ട് സബ്ജക്റ്റിൽ വലിയ ആപ്റ്റിറ്റ്യൂഡ് ഒന്നും വളരെ കഴിവൊന്നും ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്യാണ്? അവരുടെ പേരൻസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സോ പ്രഷർ ചെയ്യാണ് ആ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് പഠിക്കാൻ എന്ത് ചെയ്യാണ്? ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രഷർ ചെയ്യാണ്. വെൻ ഹി ഓർ ഷീ ഫൈൻഡ്സ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് ആൻഡ് വാണ്ട്സ് ടു ചേഞ്ച് ആൻ എക്സ്റ്റേണൽ പ്രഷർ ഡിനെ ഹിം ഓർ സച്ച് എ ചേഞ്ച്. അപ്പൊ ഈ കുട്ടിക്ക് അതിലൊരു പ്രഷർ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് ആ സ്റ്റുഡന്റിന് ഒരു സ്ട്രെസ് ആയിട്ടാണ് ഇത് മാറുന്നത്. അതായത് കുട്ടിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാതാവുക, അല്ലെങ്കിൽ അത് മനസ്സിലാവാതാവുക, ഇങ്ങനെയുള്ളൊരു സ്ട്രെസ്സാണ് അവിടെ ഉണ്ടാവുന്നത്. ദിസ് സിറ്റുവേഷൻ ലീഡ്സ് ടു സ്ട്രെസ്. നോ വർക്ക് ഈസ് ഡൺ വെൽ വെൻ വൺസ് മൈൻഡ് അണ്ടർ സ്ട്രെസ്. അപ്പൊ എന്താണ്? ഒരു വർക്കും എന്ത് ചെയ്യില്ല, സ്ട്രെസ്സോട് കൂടെ അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇനബിലിറ്റി ടു ഡു വെൽ ലീഡ്സ് ടു ഡിഫിഡൻസ്. ഗ്രാജുവലി ദിസ് ഡിഫിഡൻസ് ലീഡ്സ് ടു ഫീലിംഗ് ഇൻഫ്യൂരിറ്റി. പിന്നെ ഈ ഒരു ടെൻഷന് പിന്നെ നമ്മളൊരു ഇൻഫ്യൂരിറ്റിയിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. പേഴ്സൺ വിത്ത് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഐസൊലേറ്റ് ദംസെൽഫ് ആൻഡ് സഫർ ഓൺ സ്ട്രെസ്. അപ്പൊ ഈ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും? വീണ്ടും അവരെന്ത് ചെയ്യും? സ്ട്രെസ്സിലോട്ട് പോകും. These lead to inefficiency, loss or interest, and above all the total breakdown in physical, mental, emotional and moral. അതായത് ഈ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഇമോഷണലായിട്ടും മോറലായിട്ടൊക്കെ അവരെന്ത് ചെയ്യും? സ്ട്രെസ് വളരെ വീക്കാവും. അപ്പൊ അതൊരു സ്ട്രെസ്സിന്റെ ഒരു കാരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Therefore, the moment one notices that no one is stressed, that is, no one is not able to cope with work. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നത് എപ്പോഴാണ്? അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ആ ഒരു വർക്ക് ആയിട്ട്, അത് സ്റ്റഡി ആവട്ടെ ജോലി ആവട്ടെ എന്താണെങ്കിലും നമുക്ക് അതായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് വൺ ഷുഡ് ടേക്ക് ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ദ പ്രോബ്ലം വിത്ത് കാം ആൻഡ് കൂൾ മൈൻഡ്. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രെസ്സിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിരുത്തി വളരെ സ്വസ്ഥതയോട് ശാന്തതയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ കണ്ടെത്തുക. One should take a break and allocate time to analyze where one went wrong. If one is not able to do this on his or her own, one should not hesitate to get help, someone who can help. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം, ഇത് ചെയ്തു തരാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെന്തെങ്കിലും റിസോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്താം. വൺ ഷുഡ് ബി ഓപ്പൺ മൈൻഡഡ് ആൻഡ് ഹോണസ്റ്റ് അബൌട്ട് വൺസ് വീക്ക്നെസ് ആൻഡ് ഡെഫിഷ്യൻസീസ്. അതായത് ചില ആളുകൾ എന്തായിരിക്കും? വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. ചില ആൾക്കാർ അത്ര സംസാരിക്കത്തില്ല. ചില ആൾക്കാർ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരായിരിക്കും, വീക്ക്നെസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഷേപ്പ് എ പ്രോബ്ലം ആൻഡ് എ ഫൈനൽ സൊല്യൂഷൻ ടു ദാൻ സ്ട്രഗിൾ വിത്തൗട്ട് റിസൾട്ട്സ് ആൻഡ് ഫീൽ മിസറബിൾ. അതായത് ഒരു പ്രോബ്ലത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല? സൊല്യൂഷൻ ഇല്ലാതിരിക്കില്ല. അതായത് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക, നമ്മൾ വളരെ ശാന്തതയോട് കൂടി മനസ്സിലാക്കുക ഇത് എങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും കുറയും, നമുക്കൊരു പ്രോബ്ലം സോൾവിങ്ങും കിട്ടും. To see that pressure of tension does not build up or haunt a person, one should program one's work. One should take up the task within one's capacity. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ് കുറയാനുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്. ആൻഡ് ഫൈൻഡ് ഔട്ട് an easy
വേ ടു അക്കംപ്ലിഷ് വൺസ് ഗോൾ. എന്നിട്ട് നമ്മുടെ ഗോള്, നമ്മുടെ എയിം അച്ചീവ് ചെയ്യാൻ നമുക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് നമ്മളത് ആലോചിച്ച് അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. ദിസ് ക്യാൻ ബി അച്ചീവ് ഇഫ് വൺ ഹാസ് കാം ആൻഡ് ബാലൻസ്ഡ് മൈൻഡ്, എ ലോട്ട്സ് ഓഫ് പേഷ്യൻസ്. ഈ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ശാന്തവും വളരെ ക്വയറ്റ് ആയിട്ടുള്ള മനസ്സും അതേപോലെ ക്ഷമയും വേണം എന്നാണ് പറയുന്നത്. വൺ മസ്റ്റ് ഫസ്റ്റ് കംപ്ലീറ്റ് ദ ടാസ്ക് വിച്ച് ഫൈൻഡ്സ് കമ്പാരിറ്റീവ്ലി ഈസിയർ ടു ഡു. ദി വിൽ പ്രൊമോട്ട് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ്, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ കാരണമാവും എന്ന് പറയുന്നു. ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ലീഡ് ടു ആൻ ഇംപ്രൂവ്ഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇംപ്രൂവ് ആകുമ്പോൾ നമ്മളും ഒരുപാട് ഇംപ്രൂവ് ആവും എന്നാണ് പറയുന്നത്. ദ എനാബിൾസ് വൺ ടു ഡീൽ വിത്ത് മോർ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദം. വൺ വിൽ ദം ഫൈൻഡ് ദാറ്റ് ദർ ഈസ് നോ പ്രോബ്ലം വിത്തൗട്ട് എ സൊല്യൂഷൻ. അപ്പൊ ഇദ്ദേഹം പറയാണ് എന്ത്, നമുക്കൊരു ഈ ലോകത്ത് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു റിയലൈസേഷൻ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാം വരിക, അതായത് നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക, നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കുക ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ, നമുക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിയലൈസേഷൻ വരുള്ളൂ. അതേപോലെ എന്ത് ചെയ്യും, സ്ട്രെസ് എന്നുള്ളൊരു ആ ഒരു വേർഡ് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു സ്ട്രെസ്സിൻ്റെ ഇതിൽ പറയുന്നത്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ അനദർ റീസൺ ദാറ്റ് കോസസ് സ്ട്രെസ് ഇൻ ടുഡേ വേൾഡ്സ് ആൻഡ് ആർഗ്യൂ ടു റീച്ച് എ ടോപ്പ് ആൻഡ് ബി സക്സസ്ഫുൾ. അപ്പം എന്താണ്, സ്ട്രെസ്സ് നമുക്കൊരു സക്സസ്ഫുൾ ആവാനും നമുക്കൊരു ടോപ്പിലെത്താനൊക്കെ ബുദ്ധിമുട്ടാവും സ്ട്രെസ് ഉണ്ടെങ്കിൽ. ദ റാറ്റ് റേസ് ഇസ് ഓഫൻ പ്രൊമോട്ടഡ് ബൈ ഗ്രീഡ് ആൻഡ് ജലസി റാദർ ദാൻ ബൈ എസ്റ്റിമേഷൻസ് വൺസ് ഓൺ എബിലിറ്റീസ്. ഇഫ് ambition is not supported or complement a suitable ability or capacity leads a failure, thus creating negative feelings and undesirable attitude. പിന്നെ പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സും അല്ലാതെ എന്താ പറയുക അൺഡിസൈറബിൾ ആയിട്ടുള്ള നമുക്ക് അൺഡിസൈറബിൾ ആയിട്ട് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കളയുക. വെൻ തിങ്സ് ഡു നോട്ട് ഹാപ്പൻ വൺ വിഷസ് ആങ്കർ ടേക്സ് ഓവർ. ആൻ ആംഗ്രി പേഴ്സൺ കനോട്ട് ബി ടേക്ക് റൈറ്റ് ആക്ഷൻസ്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സക്സസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ ദേഷ്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ ആംഗ്രി പേഴ്സൺ കനോട്ട് ടേക്ക് റൈറ്റ് ആക്ഷൻസ്. ഒരു ദേഷ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു ശരിയായ ഒരു ആക്ഷൻ അവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓഫൺ ആക്ഷൻസ് ടേക്കൺ ഇൻ വിത്ത് ആങ്കർ ലീഡ് ടു ക്ലാഷസ്. അങ്ങനെ ഒരു ദേഷ്യ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എന്താവും, അത് ക്ലാഷ് ആവും എന്നാണ് പറയുന്നത്. ക്വാറൽസ് ഡിസ്പ്യൂട്ട് വിത്ത് കോസ് പ്രോബ്ലംസ് നോട്ട് ഓൺലി ഇൻഡിവിജ്വൽ ബട്ട് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മുടെ വ്യക്തികളായിട്ടും നമ്മുടെ ഫാമിലി ആയിട്ടും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ക്ലാഷ് ആവാനുള്ളൊരു കാരണമാവും. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ദേഷ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. Change of work now and make one real refreshed. There is to hobbies play a very important role in shaping one's personality. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നമ്മൾ കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എ ലോങ് സ്ട്രിക്റ്റ് മെന്റൽ വർക്ക് ഷുഡ് ബി ഫോളോഡ് ബൈ സം ഫിസിക്കൽ വർക്ക് വിത്ത് വിൽ റെഡ്യൂസ് പ്രഷർ ഓൺ മൈൻഡ്, ഇംപ്രൂവ് വൺസ് മെന്റൽ എഫിഷ്യൻസി. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാതെ അതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലിസണിങ് ടു മ്യൂസിക് വിച്ച് വൺ ലൈക്സ്, ടേക്കിംഗ് എ ലോങ് വാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. അതേപോലെ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള ഹോബീസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ആദ്യം എഡ്യൂക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ്, പിന്നെ സ്ട്രെസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.